സന്ധ്യയുടെ മങ്ങുന്ന വെളിച്ചത്തിലാദം തന്റെ മുറിയിലെ ചെറിയ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അടുക്കളയിൽ നിന്ന് അമ്മയുടെ ചുമയുടെ നേരിയ ശബ്ദം കാറ്റിലൊഴുകിയെത്തുന്നു. പുറത്കാലപ്പഴക്കം കൊണ്ട് ചുമരുകൾക്ക് വിള്ളൽ വീണതും ചോർന്നൊലിക്കുന്നതുമായ അവരുടെ ഓടിട്ട വീട് ഒരു വയസ്സായ അമ്മയെപ്പോലെ നിശബ്ദമായി നിൽക്കുന്നു. ഏതാനും വർഷം മുൻപ് വരെ തന്റെ വീടെന്നാൽ പ്രതീക്ഷകളുടെയും ചിരിയുടെയും ഒരു കൂടാരമായിരുന്നു. അച്ഛന്റെ കൂടെയുള്ള കളികളും പെങ്ങൾമാരുടെ കുസൃതികളും നിറഞ്ഞ ആ ഓർമ്മകൾ ആദമിന്റെ മനസ്സിനെ പൊള്ളിച്ചു. അച്ഛനൊരു ചെറുപ്പക്കാരനായ എഞ്ചിനീയർ സ്വപ്നങ്ങളുള്ള ഒരു സാധാരണക്കാരൻ. അച്ഛന്റെ കാർബൺ കോപ്പിയായിരുന്നു ആദമും. പഠനത്തിൽ അതീവ മിടുക്കൻ. എഞ്ചിനീയറിംഗ് കോഴ്സിന് ഉയർന്ന മാർക്കോടെ അവൻ പാസ്സായത് നാട്ടിലെല്ലാവർക്കും അഭിമാനമായിരുന്നു. നമ്മുടെ ആദമിനെപ്പോലെ ഒരാളായിരിക്കും എന്റെ മോൾക്ക് നല്ല ഭർത്താവ്. ആദമിന്റെ കൂട്ടുകാരുടെ അമ്മമാർ പോലും അങ്ങനെ പറഞ്ഞു തുടങ്ങി. ആദമിന്റെ വീട്ടിൽ സന്തോഷവും പ്രതീക്ഷയും മാത്രം. എന്നാൽ ജീവിതം എല്ലാ സന്തോഷങ്ങൾക്കും ഒരു വിലയിട്ടിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി അച്ഛനൊരു വാഹനാപകടത്തിൽ മരണപ്പെട്ടപ്പോൾ ആദമിന്റെ ലോകം ഇരുട്ടിലായി. അച്ഛൻ ബാക്കിയാക്കിയ കടങ്ങളും അമ്മയുടെ ചികിത്സാ ചെലവുകളും ഒരു കടൽ പോലെ അവർക്ക് മുന്നിൽ വന്നുനിന്നു. മോനെ, നിനക്ക് എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് മതി എന്റെ ചികിത്സ, അമ്മ ഒരിക്കൽ ദുഃഖത്തോടെ പറഞ്ഞു. അങ്ങനെ പറയരുത് അമ്മേ, എന്റെ ജീവിതം അമ്മയ്ക്കും പെങ്ങന്മാർക്കും വേണ്ടിയുള്ളതാണ്. ആദം അമ്മയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. നല്ലൊരു ജോലിക്കുവേണ്ടി അവൻ ഒരുപാട് അലഞ്ഞു. അഭിമുഖങ്ങളിൽ അവന്റെ മിടുക്കും അറിവും എല്ലാവർക്കും ഇഷ്ടമായി. ഇതൊരു ബ്രില്യൻ സ്റ്റുഡന്റാണിവനെപ്പോലെ ഒരാളെയാണ് നമുക്കാവശ്യം എന്നവർ പറയും. പക്ഷേ വലിയൊരു തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ചോദിക്കുമ്പോൾ ആദമിന്റെ പ്രതീക്ഷകൾ അവസാനിക്കും. അച്ഛന്റെ മരണശേഷം ബാങ്കിൽ നിന്നും സഹായം ലഭിക്കാൻ അർഹതയുണ്ടായിരുന്നിട്ടും ശരിയായ രേഖകൾ ഇല്ല എന്ന കാരണം പറഞ്ഞ് അവർ അത് നിഷേധിച്ചു. അനിയത്തിമാരായ ഫാത്തിമയുടെയും സൈനയുടെയും പഠിപ്പുപോലും മുടങ്ങി. അവർക്ക് പഠിക്കാൻ എത്രമാത്രം ആഗ്രഹമുണ്ടായിരുന്നെന്ന് ആദമിനറിയാമായിരുന്നു. എനിക്ക് ഡോക്ടറാകണം, എനിക്കൊരു ടീച്ചറാകണം എന്ന് അവർ കളിയായി പറയുമ്പോൾ ആദമിന്റെ മനസ്സിൽ ഒരു തീക്കനലെരിഞ്ഞു. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ തനിക്കെന്തെങ്കിലും ചെയ്യണം എന്ന ചിന്ത അവനെ വേട്ടയാടി. ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ അവന്റെ വിദ്യാഭ്യാസം പോലും അവന് ഒരു സഹായമായില്ല. അവസാനം ആദം ഒരു തീരുമാനമെടുത്തു: ഗൾഫിലേക്ക് പോകാൻ. കൂട്ടുകാരന്റെ ഒരു ബന്ധുവഴി സാധാരണ തൊഴിലാളിയായി ഒരു ജോലി തരപ്പെടുത്തി. വിമാനം കയറുന്നതിനു മുൻപ് അമ്മയെയും സഹോദരിമാരെയും കെട്ടിപ്പിടിച്ച് അവൻ പറഞ്ഞു, ഞാൻ വരും, നമ്മുടെ ഈ കൊച്ചുവീടിനെ ഒരു കൊട്ടാരമാക്കിയിട്ട് ഞാൻ വരും. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മകന്റെ വാക്കുകൾ അവർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. യാത്രക്കിടയിൽ ആദം ഒരുപാട് ചിന്തിച്ചു. താൻ ആഗ്രഹിച്ച ജീവിതമല്ല ഇത്. പക്ഷേ തന്റെ സ്വപ്നങ്ങളെക്കാൾ വലുതാണ് തന്റെ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ. മരുഭൂമിയിലെ ജീവിതം എത്ര കഠിനമായിരിക്കും എന്നതിനെക്കുറിച്ച് അവന് യാതൊരു ധാരണയുമില്ലായിരുന്നു. വിമാനം ആകാശത്തേക്ക് ഉയർന്നപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ സ്വപ്നങ്ങളെല്ലാം ആകാശത്ത് നിന്ന് താഴെ വീണ് ചിതറിപ്പോയ ഒരു നിമിഷമായി അതവന് തോന്നി. വിമാനം ഇറങ്ങിയപ്പോൾ ആദമിനെ സ്വീകരിച്ചത് ചുട്ടുപൊള്ളുന്ന ഒരു കാറ്റാണ്. മരുഭൂമിയിലെ ചൂട് അവന്റെ ശരീരത്തെ പൊള്ളിച്ചു. നാട്ടിലെ പച്ചപ്പും തണുപ്പുമുള്ള കാലാവസ്ഥയിൽ നിന്ന് ഈ മഞ്ഞ നിറമുള്ള മരുഭൂമിയിലേക്ക് പറിച്ചുനട്ടപ്പോൾ അവന്റെ മനസ്സ് ശൂന്യമായി. ചുറ്റും കൂറ്റൻ കെട്ടിടങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന റോഡുകൾ, സ്വപ്നങ്ങളുടെ നഗരമെന്ന ഖ്യാതിയുള്ള ഈ സ്ഥലം അവനെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ വിയർപ്പും രക്തവും കൊണ്ടാണ് കെട്ടിപ്പടുക്കപ്പെട്ടതെന്ന് അന്ന് അവനറിയില്ലായിരുന്നു. ആദമിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന കമ്പനിയുടെ ജീവനക്കാരൻ ഒരു ടാറ്റാ സുമോ വാനിൽ അവനെ കയറ്റി. വാനിൽ ആദമിനെപ്പോലെ മറ്റ് 4 പേർ കൂടിയുണ്ടായിരുന്നു. അവരുടെ മുഖങ്ങളിലും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും സ്വപ്നങ്ങളും ഒരുപോലെ കാണാമായിരുന്നു. താമസസ്ഥലത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ വേദനിപ്പിച്ചു. ഒരു ചെറിയ മുറിയിൽ 8 പേർ തിങ്ങിപ്പാർക്കുന്നു. എവിടെ നോക്കിയാലും പഴയ തുണികൾ, പ്ലാസ്റ്റിക് കവറുകൾ, മരത്തടികൾ എന്നിവ കൂടിക്കിടക്കുന്നു. മരത്തടികൾ കൊണ്ടാണ് അവരുടെ കട്ടിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ ആദം പണിക്കുപോയി. കമ്പനി അവന് നൽകിയത് ഒരു കൂലിപ്പണിക്കാരന്റെ ജോലിയാണ്. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിട്ടും തനിക്ക് ലഭിച്ച ജോലിയിൽ അവന് നിരാശ തോന്നി. വെയിൽ കത്തിജ്വലിക്കുന്ന മണ്ണിൽ ഭാരമുള്ള മരത്തടികളും ഇഷ്ടികകളും ചുമക്കുമ്പോൾ അവന്റെ ശരീരം തളർന്നു. എന്നാൽ തന്റെ കുടുംബത്തിന്റെ മുഖം മനസ്സിൽ വന്നപ്പോൾ അവൻ വീണ്ടും ആവേശം കൊണ്ടു. അവന്റെ കൈകളിലെ നഖങ്ങൾ പൊട്ടി ചോരയൊലിച്ചു. നെറ്റിയിൽ നിന്ന് ഒഴുകി കഴുത്തിലൂടെ ഇറങ്ങിയ വിയർപ്പുതുള്ളികൾ മണലുമായി കലർന്ന് ചെളിപോലെയായി. ഉച്ചഭക്ഷണത്തിന് കമ്പനി നൽകിയത് ചപ്പാത്തിയും പരിപ്പുകറിയുമായിരുന്നു. സാധാരണയായി ആദത്തിന് ചപ്പാത്തി അത്ര ഇഷ്ടമായിരുന്നില്ല. എന്നാൽ വിശപ്പ് കാരണം അവൻ അതെല്ലാം കഴിച്ചു. കൂട്ടത്തിൽ ഒരാൾ ആദമിനോട് ചോദിച്ചു, ഇത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ടായിട്ടും നീയെന്താ ഇവിടെ? ആദം ഒരു ചിരിയോടെ പറഞ്ഞു, എന്റെ കുടുംബത്തിനു വേണ്ടി എനിക്കിത് ചെയ്തേ മതിയാകൂ. അവർ തമ്മിൽ സൗഹൃദം സ്ഥാപിച്ചു. മറ്റു തൊഴിലാളികളുടെ കഥകൾ അവനെ അത്ഭുതപ്പെടുത്തി. അവരെല്ലാം വലിയ സ്വപ്നങ്ങളുമായി വന്നവരാണ്. പക്ഷേ യാഥാർത്ഥ്യം അവരെ വെറും കൂലിപ്പണിക്കാരാക്കി മാറ്റി.
ഓരോ രാത്രിയിലും ഉറങ്ങുന്നതിനു മുമ്പ് ആദം തന്റെ അമ്മയെയും സഹോദരിമാരെയും ഓർക്കും. അവർക്ക് നല്ലൊരു ജീവിതം നൽകാൻ താനിവിടെ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവന്റെ മനസ്സിന് ചെറിയൊരു ആശ്വാസം ലഭിച്ചു. പക്ഷേ മുതലാളിയുടെ ക്രൂരമായ പെരുമാറ്റം അവന്റെ ജീവിതത്തിൽ ഇനിയെങ്ങനെയാണ് മാറ്റങ്ങളുണ്ടാക്കാൻ പോകുന്നതെന്ന് അവൻ അറിയുമായിരുന്നില്ല. കമ്പനിയുടെ പെർസെമർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ആ പേരിലുണ്ടായിരുന്നത് അധികാരത്തിന്റെയും ഭയത്തിന്റെയും ഒരു നിഴലായിരുന്നു. തൊഴിലാളികൾക്കിടയിൽ സമീർ അൽ കഹ്താനി ഒരു ഭീകരനാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കഠിനമായ ഇരുമ്പു ദൃഢതയുണ്ടെന്ന് അവർ പറയും. ആരെയും നോക്കി ചിരിക്കാത്തൊരു വാക്കുപോലും മധുരമായി സംസാരിക്കാത്തതന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി. ഒരു ദിവസം ആദമിന്റെ പ്രോജക്ട് സൈറ്റിലേക്ക് സമീർ ഒരു സർപ്രൈസ് വിസിറ്റിന് വന്നു. കൂടെയുള്ള സ്റ്റാഫുകൾ പേടിച്ച് വിറച്ചു നിൽക്കുന്നത് ആദം ശ്രദ്ധിച്ചു. സമീർ ചുറ്റും കണ്ണോടിച്ചു. ഓരോ തൊഴിലാളിയുടെയും മുഖം വായിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാവം. ആദമിന്റെ ഊഴമെത്തി. ആദം തന്റെ ജോലി ശ്രദ്ധയോടെ ചെയ്യുകയായിരുന്നു. എന്നാൽ ഭാരമുള്ള ഒരു മരത്തടി ചുമന്നു പോകുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന കോൺക്രീറ്റ് കഷ്ണത്തിൽ തട്ടി അബദ്ധത്തിൽ കാൽ വഴുതി. അവൻ വീഴുന്നതിന് തൊട്ടുമുമ്പ് തടിതറയിൽ വെച്ചു. പക്ഷേ അതിൽ നിന്നും ഒരു ചെറിയ പൊടി പടലം ഉയർന്നു. ആര് നിനക്കീ ജോലി തന്നു? സമറ്റന്റെ ശബ്ദം ഇടിമിന്നൽ പോലെ മുഴങ്ങി. ആദം ഭയന്നു വിറച്ചു. സർ, ഞാൻ നോക്കിയില്ല. സമീർ അവനെ അടിമുടി നോക്കി. നീ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെന്ന് എനിക്കറിയാം. എന്നിട്ടും നിനക്ക് ഒരു മരത്തടി പോലും നേരെ ചൊവ്വേ ചുമക്കാനറിയില്ലേ? താൻ പഠിച്ച യോഗ്യതയെ മുതലാളി പരിഹസിക്കുന്നത് കേട്ടപ്പോൾ ആദമിന്റെ മനസ്സ് വേദനിച്ചു. അവൻ മറുപടി പറയാൻ ശ്രമിച്ചു. സറന്റെ കുടുംബത്തിന്റെ. നിന്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് കേൾക്കേണ്ട. ഇവിടെ ജോലി ചെയ്യാൻ വരുന്നവർക്ക് എന്റെ നിയമങ്ങൾ അനുസരിക്കാൻ കഴിയണം. മര്യാദയ്ക്ക് ജോലി ചെയ്യുക. അല്ലെങ്കിൽ എന്റെ കമ്പനിയുടെ ഒരു നിമിഷം പോലും നിനക്കായി ഞാൻ പാഴാക്കില്ല. സമീർ ദേഷ്യത്തോടെ പറഞ്ഞു. അന്നത്തെ ദിവസം മുഴുവൻ ആദമിന് സമീറിന്റെ വാക്കുകൾ ഒരു ഭാരമായി തോന്നി. ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ തന്നെപ്പോലൊരാൾ വെറും കൂലിപ്പണിക്കാരനായി മാറിയതിലുള്ള അപമാനവും അതിലുപരി തന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സമീർ സംസാരിച്ചതിലുള്ള ദേഷ്യവും അവനെ തളർത്തി. രാത്രി മുറിയിലെത്തിയപ്പോഴും അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഒരു സാധാരണക്കാരന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാത്ത ഒരു മുതലാളി. ആദമിന് സമീറിനോട് കടുത്ത വെറുപ്പ് തോന്നി. സമീർ എന്ന പേര് കേട്ടാൽ അവന്റെ ഉള്ളിൽ ദേഷ്യമാളിക്കത്തി. പക്ഷേ ആ നിമിഷം അവൻ അറിഞ്ഞില്ലേ വെറുപ്പും ദേഷ്യവും വെറും താൽക്കാലികമാണെന്ന്. ഭാവിയുടെ വഴിയിൽ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാകുമെന്ന്. അന്ന് ഉച്ചകഴിഞ്ഞ് നിർമ്മാണ സൈറ്റിലെ ചൂട് താങ്ങാനാവാത്ത നിലയിലായിരുന്നു. മണൽക്കാറ്റ് അടിച്ചു വീശുന്നുണ്ടായിരുന്നു. തൊഴിലാളികൾ തളർന്ന് അവരവരുടെ ജോലിയിൽ മുഴുകിയിരുന്നു. അപ്പോഴാണ് സമീർ അൽ കഹ്താനി അപ്രതീക്ഷിതമായി സൈറ്റിലേക്ക് കടന്നുവന്നത്. സാധാരണ പോലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാവരിലും ഒരുതരം ഭയം സൃഷ്ടിച്ചു. കയ്യിലുണ്ടായിരുന്ന ഡയറിയിൽ എന്തൊക്കെയോ കുറിച്ച് അദ്ദേഹം പ്രോജക്റ്റിന്റെ ഓരോ കോണും നിരീക്ഷിച്ചു. പെട്ടെന്ന് സമീർ പോക്കറ്റിൽ കൈയിട്ടു. അദ്ദേഹത്തിന്റെ മുഖഭാവം മാറി. ആ കണ്ണുകളിലെ കഠിനത ഭയമായി മാറി. അയാൾ ദേഷ്യത്തോടെ അലറി, എന്റെ പേഴ്സ് എവിടെ? തൊഴിലാളികൾ പരിഭ്രാന്തരായി പരസ്പരം നോക്കി. സമീർ ഉറക്കെ പറഞ്ഞു, നിങ്ങളെല്ലാം ഇവിടെ വരിയായി നിൽക്കുക. സത്യം പറഞ്ഞാൽ അതിനടിയിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ സൂക്ഷിച്ചു നോക്കിയത് സമീറിന്റെ പേഴ്സായിരുന്നു. സമീർ അൽ കഹ്താനി തന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് എന്തോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അറിയാതെ താഴെ വീണുപോയതായിരുന്നു. തനിക്ക് ലഭിച്ച അപമാനവും ദേഷ്യവും ഒരു നിമിഷം ആദമിന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഈ പേഴ്സെടുത്ത് സ്വന്തം പോക്കറ്റിൽ വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ തന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾക്ക് ഒരാശ്വാസമാകുമായിരുന്നില്ലേ? പക്ഷേ ആദം അങ്ങനെ ചിന്തിച്ചില്ല. സത്യസന്ധത എന്ന ഗുണം അവനെ നയിച്ചു. അവൻ കുനിഞ്ഞ് പേഴ്സ് എടുത്തു. എന്നിട്ട് സമീറിന്റെ മുന്നിൽ കൊടുത്തു. സറീത്, നിങ്ങളുടെ പേഴ്സാണ്. സമീർ അത്ഭുതത്തോടെ അവനെ നോക്കി. ആദം അത് അദ്ദേഹത്തിന് നേരെ നീട്ടി. സമീർ അത് വാങ്ങി തുറന്നു നോക്കി. പണവും രേഖകളും എല്ലാം അതേപടി ഉണ്ടായിരുന്നു. ഒരു നിമിഷം സമീറിന്റെ മുഖത്തെ കടുപ്പമയഞ്ഞു. ഒരു നന്ദി വാക്കുപോലും പറയാതെ, ഒരു ക്ഷമാപണം പോലും നടത്താതെ അദ്ദേഹം തിരിഞ്ഞു നടന്നു. താൻ സത്യസന്ധത കാണിച്ചിട്ടും ഒരു വാക്കുപോലും നന്ദി പറയാൻ മനസ്സില്ലാത്ത മുതലാളിയെ നോക്കി ആദം നിസ്സഹായനായി നിന്നു. അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി മണ്ണിൽ വീണു. പേഴ്സ് തിരികെ നൽകിയ ആദമിനെ നോക്കി ഒരു വാക്കുപോലും പറയാതെ സമീർ തന്റെ കാറിലേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോഴും അവന്റെ മനസ്സ് അശാന്തമായിരുന്നു. കഠിനമായ വെയിലിലവന്റെ മുഖത്ത് ഒരു ചിരിയോ ഒരു നന്ദി വാക്കുകളോ കണ്ടില്ലെങ്കിലും ആദമിന്റെ സത്യസന്ധത സമീറിന്റെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. റഷീദ് ആദം എന്നൊരു പുതിയ ജീവനക്കാരനുണ്ട്. അവന്റെ മുഴുവൻ വിവരങ്ങളും എനിക്കിപ്പോൾ തന്നെ വേണം. വീട്ടിലെ സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ എല്ലാം. സമറിന്റെ ശബ്ദത്തിൽ കണിശതയുണ്ടായിരുന്നെങ്കിലും സാധാരണയുള്ള കടുപ്പമുണ്ടായിരുന്നില്ല. റഷീദ് സമറിന്റെ ആവശ്യം കേട്ട് അത്ഭുതപ്പെട്ടു.
മുതലാളിക്ക് തന്റെ തൊഴിലാളികളെക്കുറിച്ച് അന്വേഷിക്കുന്നത് പതിവില്ലാത്ത കാര്യമാണ്. പിറ്റേ ദിവസം രാവിലെ റഷീദ് ആദമിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഫയൽ സമറിന്റെ മുന്നിൽ വെച്ചു. സമീർ ഓരോ പേജായി മറിച്ചുനോക്കി. ആദം ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെന്ന് അവൻ കണ്ടു. അന്ന് താൻ പറഞ്ഞ വാക്കുകൾ സമറിന്റെ മനസ്സിലൂടെ ഒരു മിന്നൽപ്പിണർ പോലെ കടന്നുപോയി. തുടർന്ന് ആദമിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അവൻ വായിച്ചു. വാടക വീട്ടുരോഗിയായ റഷീദിന്റെ നാട്ടിലെ ഒരു പരിചയക്കാരനായ കോൺട്രാക്ടറെ വിളിക്കൂ. ആദമിന്റെ വീട് പുതുക്കിപ്പണിയാൻ ഞാൻ ആവശ്യപ്പെട്ടുവെന്ന് പറയരുത്. പകരം എന്റെ ഒരു സുഹൃത്തിനു വേണ്ടിയാണ് എന്നു മാത്രം പറയുക. വീട് പണി എത്രയും വേഗം പൂർത്തിയാക്കണം, സമീർ ഉത്തരവിട്ടു. റഷീദ് സമീറിന്റെ വാക്കുകൾ കേട്ട് അമ്പരന്നു. മുതലാളി എന്തിനാണ് ഒരു തൊഴിലാളിയുടെ വീട് പണിയുന്നത്? പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാൻ റഷീദിന് ധൈര്യമുണ്ടായിരുന്നില്ല. നാട്ടിലാദമിന്റെ വീടിനടുത്ത് പുതിയൊരു വീടിന്റെ പണി ആരംഭിച്ചു. അയൽക്കാർ അത്ഭുതത്തോടെ നോക്കി. ആർക്കാണ് ആ വീട് പണിയുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ പോയി. ആദമിന്റെ അമ്മയും സഹോദരിമാരും എന്നും ഈ വീട് പണി കാണാൻ പോകുമായിരുന്നു. അമ്മയാരുടെ വീടായിരിക്കുമിത്? എത്ര വലുതാണ്? ഒരു സഹോദരി ചോദിച്ചു. എനിക്കറിയില്ല മോളെ. ഒരു പക്ഷേ നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ സഹായം ലഭിച്ചതായിരിക്കാം. ആദമിന്റെ അമ്മയുടെ വാക്കുകൾ ആദരവോടെ നിറഞ്ഞതായിരുന്നു. സമീർ ദിവസവും വീടുപണിയുടെ ചിത്രങ്ങൾ റഷീദിൽ നിന്ന് വാങ്ങിയിരുന്നു. ഓരോ ഇഷ്ടികയും ഓരോ ചുമരും ഉയർന്നുവരുന്നത് കണ്ടപ്പോൾ അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്റെ ജീവിതത്തിൽ ഇതുവരെ സ്വന്തം നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമാണ് സമീർ ജീവിച്ചത്. എന്നാൽ ഇന്ന് ഒരു പാവപ്പെട്ടവന്റെ സന്തോഷത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് സമീറിന് ഒരു പുതിയ അനുഭവം നൽകി. ഇതിനിടെ ആദം ഒന്നുമറിയാതെ ഗൾഫിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അവന്റെ മനസ്സ് സമീറിനോടുള്ള ദേഷ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ നാട്ടിലെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ മുഖത്ത് ഒരു ചിരി വിരിയും. അവന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ചു. അവന്റെ ജീവിതം ഒരു കെട്ടിടം പോലെയായിരുന്നു. ഓരോ ഇഷ്ടികയും വെച്ച് അവന്റെ കുടുംബത്തിനായി ഒരു വീട് പണിയാൻ അവൻ ശ്രമിച്ചു. എന്നാൽ ഒരു ദിവസം സമീർ വന്ന് ആ കെട്ടിടത്തെ തകർത്തുകളഞ്ഞു. ആദം മനസ്സിൽ വിചാരിച്ചു, തകർന്നുപോയ ഒരു കെട്ടിടം വീണ്ടും പണിയാൻ കഴിയില്ല. എന്നാൽ ആദം അറിയുന്നില്ല മറ്റൊരാൾ ആ വീടിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. ആദം തന്റെ ജോലിയിൽ മുഴുകി. സമറിന്റെ മനസ്സിൽ ഒരു മാറ്റം വന്നതായി ആദം അറിഞ്ഞില്ല. അവന്റെ മനസ്സ് സമറിനോടുള്ള ദേഷ്യത്തിൽ നിറഞ്ഞിരുന്നു. ഒരു ദിവസം പതിവില്ലാതെ ആദത്തിന് സമറിന്റെ ഓഫീസിൽ നിന്ന് ഒരു വിളി വന്നു. ആദം ആകെ ആശയക്കുഴപ്പത്തിലായി. താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടാകുമോ? അതോ തന്റെ സത്യസന്ധത തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും പറയാൻ വിളിച്ചതായിരിക്കുമോ? ഒരുപാട് ചോദ്യങ്ങളുമായി ആദം സമറിന്റെ ഓഫീസിലേക്ക് നടന്നു. സമറിന്റെ ഓഫീസ് ആഡംബരത്തിന്റെ പ്രതീകമായിരുന്നു. വിലയേറിയ ഫർണിച്ചറുകൾ, ചിത്രങ്ങൾ, സ്ഫടികത്തിൽ തീർത്ത വസ്തുക്കൾ. അതെല്ലാം ആദമിന്റെ ചെറിയ മുറിയിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു. സമീർ തന്റെ മേശപ്പുറത്തിരുന്നു. ആദം അദ്ദേഹത്തെ നോക്കി. സമീറിന്റെ മുഖത്ത് യാതൊരു ഭാവവുമില്ലായിരുന്നു. ഇരിക്കൂ, സമീർ ഗൗരവത്തോടെ പറഞ്ഞു. ആദം, നിങ്ങളുടെ സേവനം ഞങ്ങൾക്കിനി ആവശ്യമില്ല. നിങ്ങൾക്ക് നാളെ മുതൽ വരേണ്ടതില്ല. നിങ്ങളുടെ ശമ്പളവും മറ്റ് രേഖകളും HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൈപ്പറ്റാം. സമീർ ഒരു വികാരം പോലുമില്ലാതെ പറഞ്ഞു. ആദം ഞെട്ടിത്തെറിച്ചു. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ അവന് തോന്നി. എന്തുകൊണ്ട് സർ? ആദമിന്റെ ശബ്ദം വിറച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തോ? എന്റെ കുടുംബം, അവർ എന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത്. സമീർ ആദമിന്റെ കണ്ണുകളിലേക്ക് നോക്കാതെ മേശപ്പുറത്ത് കൈകൾ വെച്ച് പറഞ്ഞു. നിങ്ങൾക്കിനി പോകാം. നിങ്ങൾക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? എന്റെ സത്യസന്ധത കണ്ടിട്ടും എന്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ടും നിങ്ങൾക്കെന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ ഒരു മടിയുമില്ലല്ലേ? ആദം സമറിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. പക്ഷേ സമീർ കസേരയിൽ ചാരിയിരുന്ന് അവനെ നോക്കി. നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇനി HR-മായി പറയാം. ആദം നിസ്സഹായനായി തലകുനിച്ചു. തന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നതായി അവന് തോന്നി. അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നടന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മുറിയിലെത്തിയ ആദം തന്റെ തുണികളും സാധനങ്ങളുമെല്ലാം ഒരു ചെറിയ ബാഗിലാക്കി. അവനൊരു തിരിച്ചറിവുണ്ടായി. തന്റെ യോഗ്യതയും കഠിനാധ്വാനവും ഇവിടെയൊന്നും ഒരു വിഷയമല്ല. ഈ മരുഭൂമിയിൽ അവന്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും യാതൊരു വിലയുമില്ല. അവന്റെ മനസ്സ് ദേഷ്യത്തിലും നിരാശയിലും മുങ്ങി. അന്നു രാത്രി ആദം വിമാനടിക്കറ്റെടുത്ത് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. ഒരു കണ്ണുപോലും ചിമ്മാതെ അവൻ വിമാനത്തിലിരുന്നു. അവന്റെ മനസ്സ് ശൂന്യമായിരുന്നു. നാട്ടിലെത്തിയാൽ എന്തു ചെയ്യുമെന്ന് അവനൊരു പിടിയുമില്ലായിരുന്നു. അമ്മയെയും സഹോദരിമാരെയും അവൻ എങ്ങനെയാണ് ഈ ദുരന്തമറിയിക്കുക? അവന്റെ ജീവിതം ഒരു കെട്ടിടം പോലെയായിരുന്നു. ഓരോ ഇഷ്ടികയും വെച്ച് അവന്റെ കുടുംബത്തിനായി ഒരു വീട് പണിയാൻ അവൻ ശ്രമിച്ചു. എന്നാൽ ഒരു ദിവസം സമീർ വന്ന് ആ കെട്ടിടത്തെ തകർത്തുകളഞ്ഞു. ആദം മനസ്സിൽ വിചാരിച്ചു,
തകർന്നുപോയ ഒരു കെട്ടിടം വീണ്ടും പണിയാൻ കഴിയില്ല. തകർന്ന ഹൃദയവുമായിട്ടാണ് ആദം നാട്ടിൽ വന്നിറങ്ങിയത്. 1 വർഷം മുൻപ് ഈ വിമാനത്താവളത്തിൽ നിന്ന് അവൻ പറന്നുയരുമ്പോൾ മനസ്സിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്നതേ വിമാനത്താവളത്തിൽ അവൻ വീണ്ടും ഇറങ്ങിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരുവനെപ്പോലെയായിരുന്നു അവൻ. നാട്ടിലേക്കുള്ള യാത്രയിൽ എങ്ങനെയാണ് അമ്മയെയും സഹോദരിമാരെയും ഈ ദുരന്തം അറിയിക്കുക എന്ന ചിന്ത അവനെ വേട്ടയാടി. പരാജയപ്പെട്ടവനായി അവരെ അഭിമുഖീകരിക്കാൻ അവൻ ഭയപ്പെട്ടു. ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ അവൻ പതിവായി പോകുന്ന വഴികൾ കണ്ടു. പൊളിഞ്ഞുപോയ പാലംപാടങ്ങൾ, ചെറിയ കടകൾ, എല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ മനസ്സ് മാത്രം പഴയതുപോലായിരുന്നില്ല. അവന്റെ മനസ്സ് ശൂന്യമായിരുന്നു. അവന്റെ ഗ്രാമത്തിലേക്കുള്ള വഴി തിരിയുമ്പോൾ അവൻ ദൂരെയായി ഒരു പുതിയ വീട് കണ്ടു. അതൊരു വലിയ മനോഹരമായ വീടായിരുന്നു. ആദമിന്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു: ആരുടേതായിരിക്കും ഈ വീട്? എന്റെ ഗ്രാമത്തിൽ ഇങ്ങനെയൊരു വീടുണ്ടായിരുന്നില്ലല്ലോ. അവൻ കാർ ഡ്രൈവറോട് ചോദിച്ചു, ഇതാരുടെ വീടാണ്? ഡ്രൈവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, ഇത് നിങ്ങളുടെ വീടാണ് സാർ. ആദം ഞെട്ടിത്തരിച്ചു. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. അതെ, അത് അവന്റെ വീടാണ്. അഴുക്കുപിടിച്ച ചുമരുകളും ചോർന്നൊലിക്കുന്ന മേൽക്കൂരയുമുള്ള വീട് ഇപ്പോൾ മനോഹരമായ ഒരു വീടായി മാറിയിരിക്കുന്നു. കാർ വീടിന്റെ മുന്നിൽ നിർത്തിയപ്പോൾ ആദമിന്റെ അമ്മയും 3 സഹോദരിമാരും അവനെ കാണാൻ പുറത്തേക്ക് വന്നു. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. അവരുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരുന്നു. ആദം കാറിൽ നിന്നിറങ്ങിയപ്പോൾ അമ്മ അവനെ കെട്ടിപ്പിടിച്ചു. മോനെ, നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദം അമ്മയോട് ഒന്നും ചോദിച്ചില്ല. അവൻ തലകുനിച്ചു. അവന് കരച്ചിൽ വന്നു. മോനെ, ഇതാണ് നമ്മുടെ പുതിയ വീട്. ഞങ്ങൾക്കിത് ആരാണ് ചെയ്തതെന്നറിയില്ല, അമ്മ പറഞ്ഞു. ആദം വീടിനകത്തേക്ക് നടന്നു. അകത്ത് പുതിയ ഫർണിച്ചറുകൾ, പാത്രങ്ങൾ, മനോഹരമായ ചിത്രങ്ങൾ. അതെല്ലാം കണ്ടപ്പോൾ ആദമിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതെങ്ങനെ സംഭവിച്ചു അമ്മേ? ആദം ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല. ഒരു ദിവസം ഞങ്ങളുടെ പഴയ വീടിനടുത്ത് ചില ജോലിക്കാർ വന്നു. അവർ പുതിയ വീട് പണിയാൻ തുടങ്ങി. അവർ ആരുടെ ആളുകളാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരുപക്ഷേ നിങ്ങൾ ചെയ്ത നന്മയുടെ ഫലമായിരിക്കും ഇത്, അമ്മ പറഞ്ഞു. ആദം തന്റെ മനസ്സിലോർത്തു. താൻ ചെയ്ത നന്മ, അത് സമീറിനോട് കാണിച്ച സത്യസന്ധത മാത്രമായിരുന്നു. എന്നാൽ ആ നന്മക്ക് സമീർ തന്റെ സ്വപ്നങ്ങളെ തകർത്തു. അവന്റെ മനസ്സിൽ ദേഷ്യം വീണ്ടും ഉയർന്നു. എന്നാൽ അപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലാക്കി. സമീറിന്റെ യഥാർത്ഥ സ്വഭാവം അവൻ കണ്ടില്ല. സമീർ കാണിച്ചത് ക്രൂരതയായിരുന്നില്ല, മറിച്ച് ഒരു നന്മയായിരുന്നു. ആദം തന്റെ തെറ്റു മനസ്സിലാക്കി. അമ്മേ, എനിക്ക് സമീറിനെ കാണണം, ആദം പറഞ്ഞു. അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അവൻ അയച്ച ഒരു കത്തുണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് പണം അയച്ചതിനെക്കുറിച്ചും ഒരു കത്തുണ്ടായിരുന്നു, സഹോദരി പറഞ്ഞു. ആദം അതിനെക്കുറിച്ച് ചിന്തിച്ചു. സമീർ എന്തുകൊണ്ടാണിത് ചെയ്തത്? അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്തിനാണ്? ആദം തന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി ആ കത്ത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. പുതിയ വീട്ടിലെ ആഹ്ലാദത്തിനിടയിലും ആദമിന്റെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിച്ചു. എന്തിനാണ് സമീർ ഇത് ചെയ്തത്? അവന്റെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്തുകളഞ്ഞ മനുഷ്യനാണ് തന്റെ കുടുംബത്തിനുവേണ്ടി ഇത്ര വലിയൊരു നന്മ ചെയ്തതെന്ന ചിന്ത ആദമിനെ അസ്വസ്ഥനാക്കി. അവൻ തന്റെ സഹോദരിയോട് കത്ത് ആവശ്യപ്പെട്ടു. അലമാരയുടെ മുകളിലുണ്ടായിരുന്ന ഒരു ചെറിയ പെട്ടിയിൽ നിന്ന് അവൾ ഒരു കത്ത് പുറത്തെടുത്തു. അതൊരു ബിസിനസ് കവറിലായിരുന്നു. അതിൽ സമറിന്റെ പേരും കമ്പനിയുടെ ലോഗോയും ഉണ്ടായിരുന്നു. ആദം വിറയലോടെ കവർ തുറന്നു. അകത്ത് ഒരു കത്തും ബാങ്ക് വിവരങ്ങളടങ്ങിയ ഒരു കടലാസുമുണ്ടായിരുന്നു. ആദം ആദ്യം കത്ത് വായിച്ചു. പ്രിയപ്പെട്ട ആദം, നിങ്ങൾ ഈ കത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ എന്നോട് ഒരുപാട് ദേഷ്യമുണ്ടായിരിക്കും. ആ ദേഷ്യം ന്യായമാണ്. എന്റെ പ്രവൃത്തികൾ ഒരു ക്രൂരനായ മുതലാളിയുടേതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നില്ല, കാരണം ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്കറിയാം. എന്റെ കഠിനമായ വാക്കുകൾ ഒരു മനുഷ്യന്റെ മനസ്സ് തകർക്കാൻ മാത്രം ശക്തമാണെന്ന് എനിക്കറിയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻ ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. സ്വപ്നങ്ങളുമായി ഞാൻ ഈ മരുഭൂമിയിലെത്തി. എന്നാൽ ഈ ലോകം കണിശക്കാരനായ ഒരു മുതലാളിയെയാണ് എന്റെ ഉള്ളിൽ വളർത്തിയത്. പണവും അധികാരവും എന്നെ സ്വാധീനിച്ചു. ഞാൻ മനുഷ്യരെ വെറുമൊരു യന്ത്രമായി കണ്ടു. നിങ്ങളുടെ സത്യസന്ധത കണ്ടപ്പോൾ എനിക്ക് എന്റെ പഴയകാലം ഓർമ്മ വന്നു. ഒരുപാട് കാലമായി നഷ്ടപ്പെട്ടുപോയ ഒരു നന്മ ഞാൻ നിങ്ങളിൽ കണ്ടു. എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളുണ്ട്. അത് ഞാൻ നശിപ്പിക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് നിങ്ങൾക്ക് തിരികെ നാട്ടിൽ പോകാനുള്ള ഒരു കാരണമുണ്ടാക്കാനാണ്. ഒരുപക്ഷേ നിങ്ങൾ ആ ദുരിതപൂർണമായ ജീവിതം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഈ കത്ത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പുതിയ വീട്ടിലായിരിക്കുമെന്ന് എനിക്കറിയാം. ഇത് നിങ്ങളുടെ സത്യസന്ധതയുടെയും നന്മയുടെയും ഫലമാണ്.
നിങ്ങളുടെ കഠിനാധ്വാനം ഞാൻ കണ്ടു. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇത് അർഹിക്കുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പണം അയച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും ഒരു പുതിയ ബിസിനസ് തുടങ്ങാനും ഉപയോഗിക്കാം. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സ്വന്തമായി തീരുമാനിക്കാം. എന്റെ എല്ലാവിധ ആശംസകളും. സമീർ കത്ത് വായിച്ചപ്പോൾ ആദമിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവന്റെ മനസ്സിലെ ദേഷ്യവും നിരാശയും നിമിഷങ്ങൾക്കുള്ളിൽ അലിഞ്ഞുപോയി. സമീർ എന്ന മനുഷ്യന്റെ യഥാർത്ഥ നന്മ അവൻ മനസ്സിലാക്കി. അവൻ സമീറിനോട് താൻ കാണിച്ച ദേഷ്യത്തിൽ ഖേദിച്ചു. സമീർ കാണിച്ചത് ക്രൂരതയായിരുന്നില്ല, മറിച്ച് ഒരു പിതാവിന്റെ സ്നേഹം പോലെയായിരുന്നു. അദ്ദേഹം ആദമിനെ സ്വയം ഉയരാൻ പഠിപ്പിച്ചു. ആദം കത്ത് മാറോടണച്ചു നിന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ സന്തോഷമായിരുന്നു അത്. കയ്യിലുള്ള കത്തും മനസ്സിലെ സന്തോഷവുമായി ആദം മുറിയിലുണ്ടായിരുന്ന ബാങ്ക് രേഖകൾ എടുത്തു. അതിൽ സമീർ പറഞ്ഞതുപോലെ വലിയൊരു തുക അവന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. പണത്തെക്കാളുപരിയൊരു മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന നന്മയാണ് ആദമിനെ സന്തോഷിപ്പിച്ചത്. അവന്റെ കണ്ണിൽ സമീർ എന്ന മുതലാളി ഒരു ദൈവത്തെപ്പോലെയായിരുന്നു. ഒരാളുടെ ബാഹ്യമായ പെരുമാറ്റത്തിലല്ല, മറിച്ച് മനസ്സിലാണ് നന്മയെന്നവൻ മനസ്സിലാക്കി. ആദം അമ്മയെയും സഹോദരിമാരെയും വിളിച്ച് സമീർ അയച്ച കത്തും പണത്തെക്കുറിച്ചും പറഞ്ഞു. അവർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷം അവരുടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി. ആദം സമീർ പറഞ്ഞതുപോലെ നാട്ടിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അവന്റെ ഉന്നത വിദ്യാഭ്യാസം അവന് സഹായകരമായി. അവൻ ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. അത് ക്രമേണ വളർന്നു. ആദമിന്റെ കഠിനാധ്വാനവും സത്യസന്ധതയും ബിസിനസിന്റെ വളർച്ചയ്ക്ക് കാരണമായി. അവന്റെ ജീവിതം ഒരുപാട് മാറി. അവന്റെ കുടുംബം സന്തോഷത്തിലാണ്. അമ്മയുടെ ചികിത്സകൾ കൃത്യമായി നടക്കുന്നു. സഹോദരിമാർക്ക് നല്ലൊരു വിദ്യാഭ്യാസം ലഭിച്ചു. അവർക്ക് നല്ലൊരു ഭാവി ലഭിച്ചു. സമീറിന്റെ കത്ത് ആദമിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. അതവനെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു. അതവനെ സത്യസന്ധനും നല്ലവനുമായി തുടരാൻ പഠിപ്പിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മക്കും വലിയ പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഓരോ മനുഷ്യന്റെ മനസ്സിലും ഒരു നന്മയുടെ തിരിയുണ്ടത് വെളിയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതവിടെയുണ്ടെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. ആദം തന്റെ പുതിയ വീട്ടിലിരുന്ന് സമീറിനെ ഓർത്തു. അവൻ മനസ്സിൽ പറഞ്ഞു, സർ, നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്.